അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഒരു വിശ്വാസി ഏത് രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് കല്യാണങ്ങളിലായാലും മറ്റ് ടൂറുകളിലായാലും ഏത് അവസ്ഥകളിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ കല്യാണങ്ങളിലൊക്കെ ഇന്ന് ആഭാസങ്ങളും അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ നടമാടുന്നു എന്നതുപോലെ തന്നെ അതിനു മുമ്പേ ഇത്തരത്തിലുള്ള ഒരുപാട് അഴിഞ്ഞാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ആദ്യം പുതിയാപ്പിളയുടെ കൂടെ തന്നെ വിവാഹബന്ധം നിഷിദ്ധമായ ഒരുപാട് ആളുകൾ, അതുപോലെ അല്ലാത്ത കുറേ ആളുകൾ ഒക്കെ പെൺകുട്ടികളെ കാണാൻ പോകുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ പിന്നീട് വീണ്ടും ഒരു പോക്ക് പോകുന്നു. ആ പോകുമ്പോൾ വലിയ സാമ്പത്തിക ചെലവോടുകൂടി മിഠായിയും മറ്റുമൊക്കെ കൊടുത്ത് അവർ വളരെ വലിയ തോന്നിവാസങ്ങൾ ചെയ്ത് തിരിച്ചു വരുന്നു. മാത്രവുമല്ല, അതിനുശേഷം വിവാഹം നടക്കുമ്പോൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാടുന്നു. അതിനും ഉപരിയായി വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിയും അതുപോലെ തന്നെ സംസാരവും ടൂർ പോക്കും ഒക്കെ നടക്കുന്നു. ശേഷം കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇവരുടെ കൊഞ്ചിക്കുഴയിലും അവരുടെ സംസ്കാര ശൂന്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിപ്പിക്കുന്നു. അവർ പരസ്പരം ചുംബിക്കുന്നതും അതുപോലെ തന്നെ കിടപ്പറകളിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോലും അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന രീതിയിൽ സ്റ്റാറ്റസ് വെച്ചും അല്ലാതെയുമൊക്കെ അത് പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ഓരോ വർഷമാകുമ്പോഴും 1-ാം വർഷം, 2-ാം വർഷം, 10-ാം വർഷം, 15-ാം വർഷം ഒക്കെ പറഞ്ഞുകൊണ്ട് ആനിവേഴ്സറി നടത്തുന്ന ഒരു രീതി ഇതര പാശ്ചാത്യൻ രീതികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ വ്യക്തികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളായ ആളുകളുമൊക്കെ നടത്തുന്നു. ഇതൊക്കെ ഇന്ന് ഒരു വളരെ വെറുക്കപ്പെട്ട വളരെ മോശമായ ഒരു ദുരാചാരമായി സമൂഹത്തിൽ അരങ്ങേറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സംസ്കാരങ്ങൾ അതൊന്നും മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.